ലോകത്ത് ഇത്രയും ശേഷിയുള്ള ലോക നേതാക്കന്മാർ, ഭരിക്കാൻ കഴിവുള്ള ലോക നേതാക്കന്മാർ ഉള്ളപ്പോൾ ലോകത്ത് നേതൃദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാവോ? ഒരുപാട് നേതാക്കളുണ്ട്, അവർക്ക് അനേക വിധത്തിലുള്ള ശേഷികളുമുണ്ട്. പക്ഷേ നേതൃദാരിദ്ര്യം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സമൂഹത്തേക്കാൾ വളരെ മുൻപിൽ ഉൾക്കാഴ്ചയുള്ള ആൾക്കാരായിരിക്കണം. ഉൾക്കാഴ്ചയും കാരുണ്യവും ഉള്ള ആൾക്കാരായിരിക്കണം സമൂഹത്തെ സംബന്ധിച്ച്. പക്ഷേ നമുക്കിവിടെ ഇന്ന് ലോകരാജ്യങ്ങളിലാണെങ്കിലും ഏറ്റവും അവസാനം വന്ന ട്രംപ്, മറ്റ് റഷ്യയിലെ നായകൻ, ഇന്ത്യയിലാണെങ്കിൽ മോദിയും അമിത്ഷായും, കേരളത്തിലെ പിണറായി വിജയൻ, ഇവർക്ക് ശേഷി കുറവുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിവരം കുറച്ച് കുറവെന്നേ ഉള്ളൂ. അവർ സമൂഹത്തെ അവരുടെ കുബുദ്ധി ഉപയോഗിച്ച് സമൂഹത്തെ ചൂഷണം ചെയ്ത് ടെക്നിക്കലി അധികാരം പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അതല്ലാതെ മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ നമ്മുടെ VS അച്യുതാനന്ദനോ അങ്ങനെയുള്ള ആ ഒരു മഹിമയുള്ള ആൾക്കാരല്ല അവരാരും. കാരണം മുൻകാലങ്ങളിലെ നായകരാകാൻ വേണ്ടി കൂപ്പുകൂട്ടി അഡ്വർടൈസ്മെൻറ്റ് ആൾക്കാരെയും സംഘടിപ്പിച്ച് മുതലിറക്കി രക്ഷപ്പെടാൻ വന്നവരല്ല. അവർ സമൂഹത്തിന് വേണ്ടി അവരുടെ ആത്മബോധം സമ്മതിക്കാത്തതുകൊണ്ട്, അനീതി സമ്മതിക്കാത്തതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പണം ഉണ്ടാക്കലല്ല, അതിലധികം മനുഷ്യ സമൂഹത്തിൻ്റെ ഡിഗ്നിറ്റിയാണ് അവരുടെ വിഷയം. ഡിഗ്നിറ്റിയും അങ്ങനെയുള്ള ആൾക്കാർക്ക് അനീതി സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ 95 വയസ്സുള്ള VS അച്യുതാനന്ദൻ ഇടുക്കിയിലേക്ക് അനീതിക്കെതിരെ പോരാടി ഇടുക്കിയിലേക്ക് സഞ്ചരിച്ചത്. അത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ സജീവമായി ഇടപെട്ടത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, മനുഷ്യരാണ് എന്നൊരു ബോധം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷേ ഇന്ന് എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ കൊമ്പുകൂട്ടുക, കാരണം അവർക്ക് ജയിക്കാൻ വേണ്ടി ആയുധങ്ങൾ കുന്നുകൂട്ടി ജയിക്കുക എന്ന ഒരു വലിയ അധർമ്മ കർമ്മ